എന്താണ് എൻഡോമെട്രിയോസിസ്? പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു അവസ്ഥയാണിത്. എന്നാൽ 10ൽ 1 സ്ത്രീക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ട്. 40 മുതൽ 50% വരെ ഇൻഫെർട്ടിലിറ്റി കാരണം കൂടെയാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയം എന്ന് പറയുന്നത് യൂട്രസിന്റെ ഏറ്റവും ഇന്നർ ലൈനിങ് ആണ്. ഇത് യൂട്രസിനുള്ളിലാണ് വളരേണ്ടത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന് പുറത്ത് ഓവറിയിലോ ഫെലോപ്പിയൻ ട്യൂബിലോ കുടലിലോ മലാശയത്തിന് പുറത്ത് യൂറിനറി ബ്ലാഡർ ലങ്സ് അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ സ്റ്റിച്ചിന് പുറത്ത് എപ്പിസോട്ടമി ചെയ്ത സ്ഥലത്തെല്ലാം എൻഡോമെട്രിയൽ ടിഷ്യൂ വളരാം. ഇതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം യൂട്രസിനുള്ളിലുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂ വളരും. അതോടൊപ്പം തന്നെ യൂട്രസിന് പുറത്തുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂവും വളരും. എന്നാൽ പീരിയഡ്സ് ആവുന്ന സമയത്ത് എൻഡോമെട്രിയൽ ടിഷ്യൂ പൊട്ടി പീരിയഡ്സ് ബ്ലഡിനോടൊപ്പം പുറത്തേക്ക് പോകും. എന്നാൽ യൂട്രസിന് പുറത്ത് വളരുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ പൊട്ടും, പക്ഷെ പുറത്തേക്ക് പോകാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റുകൾ രൂപപ്പെടാം. എന്തൊക്കെയാണ് എൻഡോമെട്രിയോസിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. പീരിയഡ്സ് ആവുന്ന സമയത്ത് അതികഠിനമായ വയറുവേദന, അതോടൊപ്പം തന്നെ ഓക്കാനം, ഛർദി, കഠിനമായ ക്ഷീണം. പീരിയഡ്സിന്റെ സമയത്ത് യൂറിൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ മോഷൻ പാസ് ചെയ്യാനോ എല്ലാം ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ 2 പീരിയഡ്സിനിടയിൽ 1 പീരിയഡ്സ് വരാം. ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് പെയിൻഫുൾ ആയിരിക്കാം. സാധാരണ ഇത് പീരിയഡ്സിന്റെ പെയിൻ ആണ് അല്ലെങ്കിൽ ഡിസ്മെനോറി ആണ് എന്ന് പറഞ്ഞ് ഇത് സാരമില്ല എന്ന് വെക്കലാണ് പതിവ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോകുമ്പോഴായിരിക്കും പലർക്കും എൻഡോമെട്രിയോസിസ് ആണ് എന്നുള്ള കാരണം പോലും അറിയുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള സിംറ്റംസ് എല്ലാം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുക. ഹോമിയോപ്പതിയിൽ ചികിത്സകൾ ലഭ്യമാണ്. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യും.